ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഞ്ചാരി യമ്മി യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മറീന ബ്ലൂ ഫ്ലാഗ് ബീച്ചും പിന്നെ അതുപോലെ വിശ്വേശ്വര ടവറൊക്കെ ആയിരുന്നു കാണിച്ചത്. ഇപ്പോൾ മറീന ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോകണം കേട്ടോ. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സഞ്ചാരി യമ്മി യൂട്യൂബ് ചാനൽ. ഈ മറീന ബീച്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ബീച്ചുകളിൽ ഒന്നാണ്. ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ ബീച്ചുമാണ് ഈ മറീന ബീച്ച്. ഇത് ചെന്നൈയിൽ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത നഗര ബീച്ചാണ്. ഫോർട്ട് സെൻറ്റ് ജോർജ് മുതൽ ബസന്ത് നഗർ വരെ ഏകദേശം 13 കിലോമീറ്റർ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്നു. വിവേകാനന്ദ ഹൗസ്, അതുപോലെ ചെന്നൈ ലൈറ്റ് ഹൗസ്, ഇതൊക്കെ ഈ മറീന ബീച്ചിൻ്റെ അടുത്തുള്ള ലാൻഡ് മാർക്കുകളാണ് കേട്ടോ. നല്ല ക്ലീനായിട്ട് ഈ ബീച്ച് സൈഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ച് വിസിറ്റേഴ്സും വരുന്ന ഒരു ബീച്ചാണിത്. പക്ഷേ അതിൻ്റേതായ വൃത്തികേടൊന്നും ഇവിടെ ഇപ്പോൾ കാണുന്നില്ല. നല്ല ക്ലീനാണ്. ഞാനൊരു ഉച്ച സമയത്താണ് കേട്ടോ ഇവിടെ വന്നത്. അപ്പോൾ തന്നെ ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തിൻ്റെ വീക്കെൻഡ്സിൻ്റെയൊക്കെ കാര്യം അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് വള്ളുവർ കോട്ടം എന്ന് പറഞ്ഞാൽ തമിഴിലെ ഏറ്റവും വലിയ തമിഴ് പോയറ്റ് ആൻഡ് ഫിലോസഫർ വള്ളുവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ചെന്നൈ സിറ്റിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കൾച്ചറൽ സെൻ്ററാണ് ഈ വള്ളുവർ കോട്ടം. ചെന്നൈയിലെ നുങ്കമ്പക്കത്ത് കോടമ്പക്കം ഹൈ റോഡിൻ്റെയും വില്ലേജ് റോഡിൻ്റെയും കവലയിലാണ് ഈ വള്ളുവർ കോട്ടം സ്ഥിതി ചെയ്യുന്നത്. നുങ്കമ്പക്കം തടാകം എന്നറിയപ്പെടുന്ന ഒരു പ്രാദേശിക തടാകത്തിൻ്റെ ഏറ്റവും ആഴമേറിയ സ്ഥലത്താണിപ്പോൾ സ്മാരകം നിലകൊള്ളുന്നത്. 1970 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയാണ് വള്ളുവർ കോട്ടത്തിൻ്റെ നിർമ്മാണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. കന്യാകുമാരിയിലെ തിരുവള്ളുവർ പ്രതിമയുടെ ശില്പിയായ ദക്ഷിണേന്ത്യൻ പരമ്പരാഗത വാസ്തുശില്പി വി ഗണപതി സ്ഥാപതി ആണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. 1976 ഏപ്രിൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഫഖ്രുദ്ദീൻ അലി അഹമ്മദാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഒരു അലങ്കാര കമാനം, ഏകദേശം 3500 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഓഡിറ്റോറിയം, കുഴൽ സാഹിത്യത്തിലെ 133 അധ്യായങ്ങളിൽ നിന്നുമുള്ള 1330 ഈരടികളും ബേസ് റിലീഫ് ആലേഖനം ചെയ്തിരിക്കുന്ന കുഴൽ മണിമണ്ഡപം എന്നിവ ഈ സ്മാരകത്തിൽ ഉൾപ്പെടുന്നു. തിരുവാരൂരിലെ പ്രശസ്തമായ ക്ഷേത്രരഥത്തിൻ്റെ ഒരു പകർപ്പായ 39 മീറ്റർ ഉയരമുള്ള കൽത്തകിടാണ് ഈ സ്മാരകത്തിൻ്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത്. തിരുവണ്ണാമലയിൽ നിന്നുള്ള ഏകദേശം 3000 ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് രഥം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാരം 2700 ടൺ ആണ്. ഈ കല്ലുകളിൽ ഏറ്റവും വലുതിന് 40 ടൺ വരെ ഭാരം വരും. രഥം പ്രശസ്തമായ കലംകാരി ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. രഥത്തിൽ വള്ളുവരുടെ ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ സ്മാരക വിഭാഗമാണ് ഈ സ്മാരകം പരിപാലിക്കുന്നത്. 2007 6 ദശലക്ഷം ചെലവിൽ ഇത് നവീകരിച്ചു. 2018 വകുപ്പ് 8.5 ദശലക്ഷം ചെലവിൽ സ്മാരകം നവീകരിക്കാൻ തുടങ്ങി. ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണിത്. ലോകമെമ്പാടും നിന്ന് എല്ലാ വർഷവും ധാരാളം സന്ദർശകർ ഇവിടെ വരാറുണ്ട്. തമിഴരുടെ സാംസ്കാരിക ജീവിതത്തിൽ വിശുദ്ധ തിരുവള്ളുവർക്ക് വലിയ പ്രാധാന്യമുണ്ട്.
വള്ളുവർ കോട്ടത്തിൻ്റെ വളരെ സവിശേഷമായ ഒരു സവിശേഷത അത് ഒരു തൂണിൻ്റെയും പിന്തുണയില്ലാതെ അടിസ്ഥാനരഹിതമായി നിലകൊള്ളുന്നു എന്നതാണ്. വള്ളുവർ കോട്ടത്തിൻ്റെ വിശാലമായ ഓഡിറ്റോറിയം ഉൾക്കൊള്ളുന്ന മുൻവശത്തെ ഹാൾ ഇടനാഴിയിലെ ഗ്രാനൈറ്റ് തൂണുകളിൽ തിരുക്കുറളുകളിലെ 1330 ശ്ലോകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. വള്ളുവർ കോട്ടത്തിൻ്റെ പ്രധാന ഓഡിറ്റോറിയത്തിൽ ഒരേ സമയം 4000-ത്തിലധികം ആളുകൾക്ക് താമസിക്കാൻ കഴിയും. കൂടാതെ തമിഴരുടെ മഹത്തായ സംസ്കാരത്തിൻ്റെ പ്രതീകമായ മഹാനും വിശിഷ്ടനുമായ കവിയുടെയും സന്യാസിയുടെയും സമകാലിക സ്മാരകമായി ഇത് നിലകൊള്ളുന്നു. തമിഴ് സാഹിത്യത്തിൽ വിശുദ്ധ തിരുവള്ളുവരുടെ സംഭാവന വളരെ ശ്രദ്ധേയവും പ്രശംസനീയവുമാണ്. ഈ ശ്രദ്ധേയമായ സ്മാരകത്തിൻ്റെ നിർമ്മാണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തോട് കാണിച്ച വാത്സല്യത്തിൽ നിന്ന് ഇത് വ്യക്തമാണ്. വള്ളുവർ കോട്ടത്തെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ വസ്തുത മദർ തെരേസ തന്നെ ഇവിടെ നട്ടുപിടിപ്പിച്ച ചില തൈകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്നതാണ്.
ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കപിലീശ്വർ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. കപിലീശ്വർ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ മൈലാപ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. AD 7-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ഷ്രൈൻസ് ഉണ്ട്. കപിലീശ്വരർ, കർപ്പകാമ്പാൾ എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ബ്രഹ്മോത്സവത്തിൻ്റെ ഭാഗമായി തമിഴ് മാസമായ പங்குനിയിൽ ആഘോഷിക്കുന്ന അറുപതി മൂവർ ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. തമിഴ്നാടിൻ്റെ അഗാധമായ മതപരവും സാംസ്കാരികവുമായ പൈതൃകത്തിൻ്റെ സാക്ഷ്യപത്രമാണ് കപിലീശ്വര ക്ഷേത്രം. കപിലീശ്വര ശക്തി ദേവി ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ പുരാതന ക്ഷേത്രം നൂറ്റാണ്ടുകളായി ഭക്തരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിച്ചു. അങ്ങനെ അമ്പല ദർശനത്തോടുകൂടി ഈ ചെന്നൈ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെന്നൈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ഒരു സ്ഥലത്ത് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം സഞ്ചാരി അമ്മി.